നമസ്കാരം. മുഖങ്ങളുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് കലാകാരന്മാരുടെ ഒരു വലിയ സംഘടനയുടെ ഒരു നേതാവിനെയാണ് ഞാൻ മുഖങ്ങളിൽ നിങ്ങളോടൊപ്പം പരിചയപ്പെടുത്തുന്നത്. കേരള സർവകലാ സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി വിൽസൺ ആൻ്റണിയാണ് എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. വളരെ സന്തോഷമുണ്ട്. കലാകാരന്മാരുടെ ജീവിതത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ നേതൃത്വ നിരയെ പരിചയപ്പെടുത്താൻ കിട്ടിയ അവസരത്തിൽ എന്തായാലും വിൽസൺ ആൻ്റണിയെ കുറിച്ച് പറയുമ്പോൾ അപ്പോൾ നമുക്ക് സർവകലാ സംഘത്തിലേക്കും നമ്മുടെ സംഘടനയിലൊക്കെ വരാം. വിൽസൺ ആൻ്റണി എന്ന് പറയുന്ന കലാകാരനെ കുറിച്ച് പറഞ്ഞാൽ എന്താണ് പറയാനുള്ളത്? വിൽസൺ ആൻ്റണി എന്ന് പറയുന്ന കലാകാരൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു ഗിറ്റാറിസ്റ്റായിരുന്നു. അത് കഴിഞ്ഞ് കുറേ നാൾ പത്രപ്രവർത്തകനായിരുന്നു. അത് ശരി. അത് കഴിഞ്ഞ് ബാങ്കിങ് മേഖലയിൽ. ഏത് പത്രത്തിലാണ് വർക്ക് ചെയ്തത്? സദ്വാർത്ത എന്ന് പറയുന്ന ലേഖകനായിരുന്നു. പിന്നെ ബ്യൂറോ മാനേജറും കൂടെ ആയിരുന്നു. കൊല്ലമായിരുന്നു. അന്നേരം ബാങ്കിങ് മേഖല എന്ന് പറയുന്നത് സഹകരണ മേഖലയാണ് പ്രധാനം. അതിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി. തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെയാണ് മലനാട് ടിവിയുടെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ക്ഷണിച്ചത്. കാരണം കലാകാരന്മാർ ശരിക്കും പറഞ്ഞാൽ അസംഘടിതരാണ് എന്നുള്ളൊരു തോന്നലുണ്ട്. ഒരുപാട് സംഘടനകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും നിരവധി സംഘടനകളുണ്ട് അല്ലേ? കലാകാരന്മാർക്ക് ഒട്ടനവധി സംഘടനകൾ. പക്ഷേ അസംഘടിത സമൂഹമായിട്ട് ഇപ്പോഴും നിലകൊള്ളുകയാണ്. അവർക്ക് വേണ്ട ഒരു ക്ഷേമ പെൻഷനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന ESI പോലെയുള്ള ആനുകൂല്യങ്ങളോ മറ്റു തൊഴിലാളികൾക്ക് കിട്ടുന്നത് പോലെ അവർക്ക് നേടിക്കൊടുക്കുവാൻ ഒരു സംഘടന, അതും ട്രേഡ് യൂണിയൻ്റെ ഒരു രൂപത്തിലെത്തുക എന്ന് പറഞ്ഞത് ഒരു വലിയ കാര്യമാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് AITUസിൻ്റെ അണ്ടറിലാണ് ഇത് വരുന്നത്? AITUസിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള CPIയുടെ രാഷ്ട്രീയ സപ്പോർട്ടുള്ള സംഘടനയാണ്. AITUസിക്കകത്ത് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള സംഘടനയാണ്. എല്ലാ വർഷവും റിട്ടേൺസും അഫിലിയേഷനും ഒക്കെ കൃത്യമായി ഫയൽ ചെയ്യുകയും അതിൻ്റെ രീതിയിൽ പോവുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ സംഘടന എന്ന് പറയുമ്പോഴത്തേക്ക് പലപ്പോഴും കലാകാരന് രാഷ്ട്രീയം പാടില്ല എന്നുണ്ട്. അവന് രാഷ്ട്രത്തെ സംബന്ധിച്ച് രാഷ്ട്രീയമാകാം. പക്ഷേ ഇപ്പോൾ ഭരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെൻറ് അടക്കമുള്ളത് ജനഹൃദയങ്ങളിലേക്ക് എത്തിച്ചത് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കിയ പാട്ടവാക്കിയും പോലെയുള്ള നാടകങ്ങളിലൂടെ KPSCയിലെ കലാകാരന്മാർക്ക് ഒരു വലിയ പങ്കുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. അതുപോലെ നാടൻ പാട്ട് കലാകാരന്മാർ ഒരുപാട് നമുക്ക് അറിയാം. നമ്മളുടെ ശരിക്കും പറഞ്ഞാൽ കമ്മ്യൂണിസം ജനങ്ങളിലേക്ക് വേരൂന്നിയത് തെരുവ് നാടകങ്ങളിലൂടെയും നാടകത്തിലൂടെയും വിപ്ലവ ഗാനങ്ങളിലൂടെയൊക്കെയാണ്. ശരിക്കും നമുക്ക് ഇപ്പം ഒരു കലാകാരൻ അവനൊരു പക്ഷേ മറ്റൊരു സംഘടനയിൽ അംഗമാണ്, രാഷ്ട്രീയ സംഘടനയിൽ. അങ്ങനെ ഉണ്ടെങ്കിൽ അത്തരം ആൾക്കാരുടെ ഒരു പരിരക്ഷയും കൂടെ ഇതിനകത്ത് ഉണ്ടോ? അതോ? തീർച്ചയായിട്ടും. കല കൊണ്ട് ഉപജീവന മാർഗം നടത്തുന്ന ഏതൊരാൾക്കും സർവകലാ സംഘത്തിൽ അംഗമാകാം. അതിനകത്ത് CPMO CPIയോ BJPയോ കോൺഗ്രസ് ഒരു മനുഷ്യൻ സംഘടന നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നേ ഉള്ളൂ അല്ലേ? അതിനകത്ത് അഫിലിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ സംഘടനയുടെ രാഷ്ട്രീയ സപ്പോർട്ട് നമുക്കുണ്ട്. അതാണ് വെരി ഗുഡ്. ഇനി മറ്റൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം നിലവിൽ ഈ കഴിഞ്ഞ കോവിഡ് കാലത്താണ് എനിക്ക് തോന്നുന്നു സംഘടന ഉണ്ടാകുന്നത് തന്നെ. ഇല്ല, ഞങ്ങൾ 2010 ഇതിൻ്റെ രജിസ്ട്രേഷൻ. അന്ന് കാനൻ രാജേന്ദ്രൻ സഹമാണ് സംസ്ഥാന പ്രസിഡന്റ്. അതിനുശേഷം ഈ കോവിഡ് കാലത്ത് യഥാർത്ഥത്തിൽ നമ്മൾ കലാകാരന്മാരുടെ ഇടയിലേക്ക് വലിയൊരു സന്ദേശമാണെന്ന് വെച്ചാൽ ലോകത്ത് തന്നെ കലാകാരന്മാരുടെ ഓൺലൈൻ സമരം, ഓൺലൈൻ 48 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഓൺലൈൻ സമരം ലോകത്ത് സംഭാവന ചെയ്തത് നമ്മളാണ്. അതിനകത്ത് നമ്മൾ പ്രധാനമായ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഈ കോവിഡ് സമയത്ത് കലാകാരന്മാർക്ക് ഒരു സഹായം ഉണ്ടാവണം. അതിന് ഇടതുപക്ഷ ഗവൺമെന്റിനെ ഭരിക്കുന്ന സമയത്താണ് സമരം നടക്കുന്നത്. എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്തത്? അത് തീർച്ചയായിട്ടും മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ വളരെ സന്തോഷമുണ്ടായ ഒരു കാര്യമാണ്. അത് അങ്ങനെ നമ്മുടെ സംഘടനയുടെ ഒരു പ്രപ്പോസൽ ചെന്നപ്പോൾ ആദ്യം പല സംഘടനകളും കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ നമ്മുടെ പ്രപ്പോസലിന് അത് നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കി. അങ്ങനെ 2000 രൂപ ആദ്യത്തെ ആശ്വാസം എന്ന നിലയിൽ കോവിഡ് സഹായം പ്രഖ്യാപിക്കുകയുണ്ടായി. അതിനുശേഷം ഞങ്ങൾ തന്നെ നേരിട്ട് മാസം തോറും 2000 രൂപ അല്ല, ആ ഒരു സമരത്തിനെ തുടർന്ന് 2000 രൂപ. ഇപ്പം തന്നെ സാംസ്കാരിക ക്ഷേമനിധി ബോർഡ് വഴി 4000 രൂപ കലാകാരന്മാർക്ക് നൽകുന്നുണ്ട് സർക്കാർ. ഈ ഇടതുപക്ഷ ഗവൺമെൻറ് പെൻഷൻ 4000 രൂപയുണ്ട് കലാകാരന്മാർക്ക്. 4000 രൂപ കേരളത്തിലെ മറ്റ് ഏത് ക്ഷേമ പദ്ധതിയിൽ നിന്നും വ്യത്യസ്തമായി കലാകാരന്മാർക്ക് ഈ ഗവൺമെൻറ് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സംഭാവനയാണ്. നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന കലാകാരന്മാർക്ക് അതിനകത്തൊരു സംശയം കാണും. ഏത് കലാകാരന്മാർക്ക് അവർ എങ്ങനെയാണ് അതിനകത്ത് അത് ലഭിക്കാനുള്ള? കല കൊണ്ട് ഉപജീവന മാർഗം നടത്തുന്ന ഏതൊരാൾക്കും ഈ ക്ഷേമ പദ്ധതിയിൽ അംഗമാവാം.
ക്ഷേമപദ്ധതിയിൽ അംഗമായ ആളുകൾക്കാണ് പെൻഷൻ കിട്ടുക. 50 രൂപയാണ് സാധാ ഫീസ് അടയ്ക്കുന്നത്. മറ്റ് സിനിമ മേഖലയിൽ ആണെങ്കിൽ 100 രൂപ. ആ രീതിയിലുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. ഇപ്പോൾ ആ സാംസ്കാരിക ക്ഷേമനിധി ബോർഡിൽ കേരള സർവകലാ സംഘത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് ജയൻ ചേർത്തല, ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ്, അതിൻ്റെ ബോർഡ് മെമ്പറാണ്. ഞങ്ങളെ അംഗീകരിച്ചിട്ടുണ്ട്. അതിൽ തുടർന്ന് ഞങ്ങളുടെ തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ് സർവകലാക്ഷേത്ര എന്ന് പറയുന്നത്. ഈ സർവകലാക്ഷേത്ര എന്ന് പറയുന്നത് കലാകാരന്മാർക്ക് വേണ്ടിയുള്ള ഒരു തിയേറ്റർ പോലെയാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. അത് നല്ലൊരു ആശയമാണ്. സംഘാടകനും കൂടിയാകുകയാണ് സംഘടന. അതിന് അത് കൊണ്ടുള്ള ഞങ്ങൾ വിഭാവന ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കലാകാരന്മാർക്ക് ഈ ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടാവും. അവന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ദുഃഖം അനുഭവിക്കുന്നത് കലാകാരന്മാർ. അവരുടെ പ്രോഗ്രാം കഴിഞ്ഞു അവർ വരുന്ന സമയത്ത്, ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിലിരിക്കുന്ന സമയത്ത് അവർക്ക് ഒന്നുമില്ല. രോഗം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ പത്രങ്ങളിൽ ഒരു ചെറിയ കോളം, 3 കോളം അല്ലെങ്കിൽ 4 കോളത്തിനകത്തൊരു ബോക്സ് വാർത്തയായിട്ട് ഒരു പിന്നെ കലാകാരൻ രോഗിയായി കിടക്കുന്നു. പക്ഷെ അവനെ സംരക്ഷിക്കാനോ എടുക്കാനോ ഒന്നും ഇല്ല. അന്നേരം ഞങ്ങൾ ഇപ്പോൾ കണ്ടിരിക്കുന്ന ഒരു കാര്യം ESI, അതായത് ഈ സർവകലാക്ഷേത്ര കലാകാരന്മാരുടെ തൊഴിൽ ദാതാവായിക്കൊണ്ട് അവർക്ക് ESI പരിരക്ഷ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള വലിയൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സർവകലാക്ഷേത്രയുടെ നാടക ട്രൂപ്പും ഗാനമുള്ള ട്രൂപ്പൊക്കെ ഉടനെ പ്രതീക്ഷിക്കും. ഉണ്ട്, തീർച്ചയായിട്ടും. ഞങ്ങൾ എല്ലാ ജില്ലയിലും മെഗാ ഷോ നടത്തുന്നതിന് വേണ്ടി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അതിൻ്റെ പ്രോഗ്രാമുകളും എല്ലാം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ജയൻ ചേർത്തലയാണെങ്കിലും മധുചേട്ടനൊക്കെ ആണെങ്കിലും ചേട്ടനൊക്കെ ആണെങ്കിലും ഇപ്പം നമ്മളുടെ സ്റ്റുഡിയോയിലേക്ക് എത്തുമ്പം ഞങ്ങൾക്ക് എങ്ങനെ ഈ ഒരു ജീവകാരുണ്യ വാർത്താ ചാനലിനോടൊപ്പം സഹകരിക്കാൻ പറ്റുമെന്നാണ് ചോദിച്ചത്, അല്ലേ? അപ്പം നമ്മളിപ്പം തന്നെ ഈ റീസെൻ്റായിട്ട് 21 ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ നടത്തുന്ന ഒരു യാത്രയുണ്ട്. ആ യാത്രയിൽ നമുക്ക് കേരളത്തിലെ സർവകലാ സംഘത്തിൻ്റെ സംഘത്തിലെ അംഗങ്ങളെ സംഘാടകരായിട്ട് നമുക്ക് കൂട്ടുകയും അവർക്ക് ആദരവ് നൽകേണ്ടവർക്ക് ആദരവ് നൽകുകയും അവരുടെ നമ്മുടെ അവിടെ നടക്കുന്ന കോൺക്ലേവിനകത്ത് അല്ലെങ്കിൽ മീഡിയ ഡിബേറ്റിനകത്ത് ആ മണ്ഡലത്തിലെ ലോക്സഭാ സാമാജികനോട് തങ്ങളുടെ ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ പറയാനൊക്കെ ഉള്ളൊരു അവസരമാണ്. തീർച്ചയായിട്ടും നമുക്ക് ഈ നമ്മുടെ 20 ലോക്സഭാ മണ്ഡലത്തിൽ ഉള്ള ഇടതുപക്ഷമായാലും രാഷ്ട്രീയം അതിനകത്ത് നോക്കാതെ അതിലുപരി ഈ കഴിഞ്ഞ 5 വർഷം ഈ കലാകാരന്മാർക്ക് വേണ്ടി കഴിഞ്ഞ പാർലമെൻറ്റിൽ ഇവരാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അവരുടെ വേദനയിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത്? നമ്മളിതിനൊക്കെ വേണ്ടിയാണല്ലോ നിയമസഭയിലേക്കാണെങ്കിലും ലോക്സഭയിലേക്കാണെങ്കിലും സെലക്ഷൻ ചെയ്യുന്നത്. അടുത്തൊരു വലിയൊരു ഇലക്ഷൻ വരാനിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കലാകാരന്മാരുടെ സംഘടനയുടെ സ്ട്രെങ്ത് ചില്ലറയല്ല. കേരളത്തിൽ നല്ലൊരു സ്ട്രെങ്ത് ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്, അല്ലേ? അപ്പോൾ ആ കലാകാരന്മാർ സമ്മതിദാനം രേഖപ്പെടുത്തുമ്പോൾ ഒന്ന് ആലോചിച്ചാൽ മതി. തീർച്ചയായിട്ടും തങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ചില്ലെങ്കിൽ പിന്നെ എന്തിന് വോട്ട് ചെയ്യണം എന്ന് ആലോചിക്കണം. ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ 186 ഗ്രൂപ്പ്. അത് ശരി. സർവകലാക്ഷേത്ര സംഘത്തിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് 186. അതോടൊപ്പം തന്നെ സർവകലാ സംഘം AITUCയുടെ വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് 93. ഇതെല്ലാം കൂടെ ഒരു 1.5 ലക്ഷം കലാകാരന്മാർ ഓൾറെഡി ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ട്. എന്നാൽ സർവകലാ സംഘത്തിൽ AITUC അഫിലൈറ്റ് ചെയ്തിട്ടുള്ള സംഘത്തിന് ഞങ്ങൾ അത്രയും പേർക്ക് മെമ്പർഷിപ്പ് കൊടുത്തിട്ടില്ല. ഭാരിച്ച ഒരു ചിലവാണ് വർഷാവർഷം ഇതിൻ്റെ അഫിലിയേഷൻ ഫീസ് അടയ്ക്കുന്നതിനും റിട്ടേൺസ് കൊടുക്കുന്നതിനും ഒക്കെ. അതായത് നമ്മളതൊരു ലിമിറ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. പക്ഷേ വലിയ സംഘടനകൾ വേറെയും ഈ മേഖലയിലുണ്ട്. എനിക്ക് വിൽസൺ ചേട്ടനോട് പറയാനുള്ളത് പ്രധാനമായിട്ടും CPI എന്ന് പറയുന്ന സംഘടന സമൂഹത്തിൽ എപ്പോഴും കലാകാരന്മാരോടൊപ്പം നിന്ന സംഘടനയാണ്. തീർച്ചയായിട്ടും KPSC അടക്കമുള്ളതിൻ്റെ സംഘാടനം CPIയുടെ നേതൃത്വമായിരുന്നു, അല്ലേ? അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു കലാകാരന്മാർ എവിടെ ഉണ്ടെങ്കിലും അവനൊരു CPI മെമ്പറായിരിക്കും. കാനം രാജേന്ദ്രൻ ചേട്ടൻ്റെയൊക്കെ ഒരു ഇടപെടൽ അതുപോലെയായിരുന്നു, സാർവത്രികമായിരുന്നു. ഇപ്പം ജയൻ ചേർത്തലയായാലും മധുവട്ടത്താനുമായാലും വിൽസൺ ചേട്ടനായാലും നിങ്ങളുടെ ഓരോ സംഘടനാ നേതാക്കളും എനിക്ക് ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നിയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ എനിക്ക് അതിലേക്ക് കൂടെ കടന്നു വരുന്നത്, വിൽസൺ ചേട്ടൻ്റെ ജീവിതത്തിലേക്കാണ് വരുന്നത്. നമ്മുടെ ഗിറ്റാറിസ്റ്റായ നമ്മുടെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടാണ് ബഹുഭൂരിപക്ഷം വരുന്ന കേരളത്തിലെ സർവകലാ സംഘം അംഗങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും എങ്ങനെയാണ് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പറ്റുന്നത്? ഇത് ഞാൻ പോകുന്ന സാമ്പത്തികം, ഇതിനകത്ത് വലിയൊരു സാമ്പത്തിക ക്രൈസിസ് ഉണ്ട്. അന്നേരം ഞാൻ ഒരു വേറെ സംഘടനയുടെ
ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞത്, കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് കൗൺസിലിൻ്റെ. തീർച്ചയായിട്ടും അത് ബാങ്ക് ജീവനക്കാരുടെ സംഘടനയായതുകൊണ്ട് അതിനകത്ത് ഇച്ചിരി സാമ്പത്തികമൊക്കെ ഉണ്ട്. അന്നേരം അവിടെ പോകുമ്പോൾ തന്നെ ഈ കലാകാരന്മാരുടെ ഓരോ ജില്ലയിലെയും ഗ്രൂപ്പുകൾ കൂടാനും അതിനും കൂടെ സമയം കണ്ടെത്തും. അന്നേരം രണ്ടും കൂടെ മിങ്കിൾ ചെയ്യുമ്പം അവരുടെ ചിലവിൽ. അല്ല, അത് മാത്രമല്ല, എനിക്ക് ഒരു കാര്യം സമൂഹത്തിനോടും ഈ പറയുന്ന സർക്കാരുകളോടും സംസാരിക്കാനുണ്ട്. കാരണം ഇപ്പം ലളിതകലാ അക്കാദമിയിൽ സംഗീത അക്കാദമിയുടെ ചെയർമാനായിട്ടിരിക്കുന്നതും CPIയുടെ ആളാണെന്നോ അല്ലേ? CPIM ആണോ? CPIMൻ്റെ ആണ്. ഓക്കെ. മുൻകാലങ്ങളിൽ ഇരുന്നിട്ടുണ്ട്. അപ്പം എന്തായാലും എനിക്ക് പറയാനുള്ളത്, പലപ്പോഴും ഈ സ്റ്റേജ് കലാകാരന്മാരുടെ ജീവിതത്തിൽ ഉള്ള ശ്രദ്ധ കുറവായിട്ട് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. സംഗീത നാടക അക്കാദമിക്ക് പ്രത്യേകിച്ച് സംഗീത കലാകാരന്മാരോടുള്ള ശ്രദ്ധ പോലും നാടക കലാകാരന്മാരോട് ഇല്ല എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പം ആ മേഖലയിലെല്ലാം ഒത്തിരി പ്രശ്നങ്ങൾ നിലവിലുണ്ട്. ഇപ്പം ഓണക്കാലത്ത് തന്നെ തീർച്ചയായിട്ടും ഓണക്കാലത്ത് തന്നെ മൈക്കിൻ്റെ വിഷയമാണ്. ബഹുമാന്യനായ മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ നൽകിയ ഒരു നിവേദനം. ആ നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി എല്ലാ ഓഫീസിൽ നിന്ന് എല്ലാ SP-മാർക്കും ഇതിനെ സംബന്ധിച്ച് സർക്കുലർ കൊടുത്തായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാ, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ ഈ സമയം എന്ന് പറയുന്നത് വിഷയമാണ്. പക്ഷെ വേറെ കാര്യം, എനിക്കൊരു സജഷൻ അതിനകത്തുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്ഷേത്രങ്ങളിലായാലും പള്ളിപ്പെരുന്നാളുകളായാലും ഓണത്തിനായാലും ഉത്സവ അന്തരീക്ഷങ്ങളിൽ ഈ നമ്മുടെ പ്രദേശം മുഴുവൻ കേൾക്കുന്ന ഉച്ചഭാഷണങ്ങൾ ഓഫ് ചെയ്തിട്ട് ആ സ്റ്റേജിൻ്റെ മുമ്പിൽ, ഇപ്പോൾ ഒരു സിനിമാ തിയേറ്ററിൽ എത്ര ഡെസിബിലാണോ നമുക്ക് അനോട്ട് ചെയ്തിരിക്കുന്നത്, അത് കെട്ടിമറിച്ച സ്ഥലമാണ്. പക്ഷെ ഇവിടെ ഒരു ഓപ്പൺ തിയേറ്ററാണ്. പക്ഷേ എന്നാലും മറ്റുള്ളവർക്ക് അരോചകമാകാത്ത രീതിയിൽ സൗണ്ട് സ്പീക്കർ മാത്രം ഉപയോഗിച്ചുകൊണ്ട് അവിടെ അത് പ്രവർത്തിപ്പിക്കുന്നതിന് ലേറ്റ് നൈറ്റ് പോയാലും കുഴപ്പമില്ലാത്ത രീതിയിലൊരു നിയമ നിർമ്മാണം ഉണ്ടാകണം എന്നുള്ള സജഷൻ തീർച്ചയായിട്ടും ഉണ്ടാക്കേണ്ട നിയമസഭ. അതെ, തീർച്ചയായിട്ടും. മറ്റൊന്ന് ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പം ഈ നിങ്ങളുടെ സംഘടനയിലായാലും സംഗീത നാടക അക്കാദമിയിലായാലും അംഗത്വമുള്ള സംഘടനകൾക്ക് ഒരു ഗ്രാൻഡ് അത് പലപ്പോഴും ലഭിക്കാറില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് നാടക കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു 18 പേരുടെ ഒരു അക്ഷീണ പ്രയത്നമാണ്. ഒട്ടനവധി പണം ചെലവാക്കിയിട്ടാണ് അവർ സമൂഹത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. അപ്പം നാടക സംഘാടകൻ പലപ്പോഴും ഈ ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തി നിൽക്കുന്നതാണ്. പക്ഷെ ഞാനിപ്പോഴും ഇപ്പോൾ കാട്ടുകുതിര പോലെയുള്ള, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കി പാട്ടബാക്കി പോലെയുള്ള നാടകങ്ങളാണ് ഇന്ന് ഭരിക്കുന്ന തുടർഭരണം കൈയാളിയ ഇടതുപക്ഷ ഗവൺമെന്റിനെ നെഞ്ചിലേറ്റിച്ചത് സമൂഹത്തിന്റെ. ആ നാടകങ്ങൾ അന്ന് കളിച്ച സമാധിതരായിട്ടുള്ള നമ്മളുടെ മുകേഷ് ചേട്ടൻ്റെ ഒക്കെ അച്ഛനടക്കമുള്ളവരുടെ അഭിനയം കാണണമെങ്കിൽ എനിക്ക് എന്താ മാർഗം? മാധവ ചേട്ടൻ അടക്കമുള്ള മുൻപേ നടന്നു പോയിട്ടുള്ള ആരാധ്യരായിട്ടുള്ള നടീനടന്മാരുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ രാജൻ ബീദിയെ അഭിനയിച്ച കാട്ടുകുതിര, തിലകൻ ചേട്ടനൊക്കെ അഭിനയിച്ച നാടകങ്ങളൊക്കെ ഇന്ന് വാമൊഴിയായിട്ട് മാത്രമേ നമുക്ക് പറയാൻ പറ്റുന്നുള്ളൂ. അപ്പം ഞാൻ മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ എൻ്റെ ഒരു സജഷൻ ഞാൻ പലപ്പോഴും നിവേദനമായിട്ട് സംസ്ഥാന ഗവൺമെൻറ്റിനെ കൊടുത്തതാണ്. മുകേഷ് ചേട്ടൻ സംഗീത നാടക അക്കാദമി ചെയർമാൻ ഇരുന്ന സമയത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതായത് അംഗീകാരം ലഭിച്ചിട്ടുള്ള സംഗീത നാടക അക്കാദമിയുടെ അഫിലിയേഷൻ ലഭിച്ചിട്ടുള്ള സംഘടനയ്ക്ക്, നാടക നിർമ്മാതാക്കൾക്ക് നിശ്ചിത തുക റോയൽറ്റി കൊടുത്തുകൊണ്ട് സംഗീത നാടക അക്കാദമി ആ നാടകങ്ങൾ റെക്കോർഡ് ചെയ്യണം. മിനിമം ഒരു ക്യാമറയെങ്കിലും വെച്ചിട്ട് ഓഡിയോ വീഡിയോ ക്ലാരിറ്റിയോടുകൂടി റെക്കോർഡ് ചെയ്യണം. അതിന് സിനിമയ്ക്കൊക്കെ കിട്ടുന്ന റോയൽറ്റി അറിയാലോ, ലക്ഷങ്ങളാണ്, കോടികളാണ്. അതൊന്നും കൊടുക്കണ്ട. ഈ മുടക്കുമുതലിൻ്റെ പകുതിയെങ്കിലും നൽകിക്കൊണ്ട് അത് റെക്കോർഡ് ചെയ്ത് ആർക്കൈവ് ചെയ്യാൻ സംസ്ഥാന ഗവൺമെൻറ്റിന് ഒരു ഫണ്ട് ഉണ്ടാകണം. തീർച്ചയായിട്ടും അങ്ങനെ ഒന്നും ഉണ്ടാവണ്ട ഇല്ലേ? ശരിയല്ലേ? കാരണം അത് അടുത്ത തലമുറയ്ക്ക്, ഈ രംഗത്തേക്ക് വരുന്ന അടുത്ത തലമുറയ്ക്ക് ചില നാടകങ്ങൾ സമൂഹത്തിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ നാടകങ്ങളെ കുറിച്ച് സ്റ്റഡി ചെയ്ത ചരിത്രകാരന്മാർക്ക് ഒക്കെ പഠനത്തിന് ഒരു ഉപാധി കൂടെ ആവശ്യമാണ്. തീർച്ചയായിട്ടും PRD-യിൽ അതിനൊരു സെക്ടർ സെപ്പറേറ്റ് ഉണ്ടാകേണ്ടതാണ് എന്നൊരു തീർച്ചയായിട്ടും അതിനകത്തൊക്കെ വളരെ. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞത്, ഞങ്ങൾക്കൊക്കെ, ഞാനും ചേട്ടനും ഒക്കെ ഒരു കാലത്ത്, ചേട്ടനും മീഡിയയിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ് അല്ലേ? ഒരു അക്രഡിറ്റഡ് ജേർണലിസ്റ്റിന് സംസ്ഥാന സർക്കാർ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലേ? റെയിൽവേയിലും ബസ്സിലും വിമാനത്തിലടക്കം യാത്രാ ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട്. എന്തുകൊണ്ടാണ് നാടിന്റെ അകമായ, അല്ലെങ്കിൽ നാടിന്റെ സന്തോഷത്തിന് വേണ്ടി മുഖത്ത് ചായം തേച്ച് കെട്ടിയാടുന്ന കലാകാരന്റെ യാത്രയ്ക്ക് നൽകാത്തത്? എല്ലാ കലാകാരന്മാരെയും അക്രഡിറ്റേഷൻ നൽകണം. തീർച്ചയായിട്ടും അവൻ യാത്ര ചെയ്യുമ്പോൾ നമ്മളെ റെസ്പെക്റ്റോടു കൂടി അവന് സീറ്റ് കൈമാറണം. അതിന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് കേരളയുടെ ഒരു ടാഗ് അവന് കൊടുക്കണം. അക്രഡിറ്റഡ് ഡ്രാമ ആർട്ടിസ്റ്റ്, അക്രഡിറ്റഡ് ആർട്ടിസ്റ്റ് എന്നുള്ളതിന് പല രാജ്യങ്ങളിലും അവർക്ക് ഡോക്ടറേറ്റ് നൽകാറുണ്ട് അല്ലേ? നിങ്ങളൊക്കെ ഗിറ്റാറിസ്റ്റാണ്. ആ രംഗത്ത് ചേട്ടൻ്റെ 10-40 വർഷത്തെ എക്സ്പീരിയൻസ് ആ മേഖലയിൽ ഒരു പുതിയ കാര്യങ്ങൾ പഠിച്ചിട്ടും ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? ഗിറ്റാറിന്റെ ആ ഒരു രംഗത്ത് ചേട്ടന്റെ സംഭാവനകൾ ഉണ്ടാകുന്നുണ്ട്. അത് പരിഗണിച്ചുകൊണ്ട് ചേട്ടനെ ആദരിക്കേണ്ടതാണ് സംസ്ഥാന ഗവൺമെന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഏറിയാണ് കലാകാരന്മാരുടെ ജീവിതം.
മലനാട് ജീവി കലാകാരന്മാരുടെ ജീവിതത്തിനെ കുറിച്ച് തുറന്നു കാട്ടാനൊരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു. അരങ്ങുവാണിയറെ കോവിഡ് കാലത്ത് നല്ല ജനസമ്മതി കിട്ടിയൊരു പരിപാടിയാണ്. എനിക്ക് തോന്നുന്നു ഇന്ന് മലയാളത്തിൽ നാടകങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന ഏക മാധ്യമവും മലനാട് ജീവിയാണ്. വളരെ നല്ല എല്ലാ ഞായറാഴ്ചകളിലും ഒരു നാടകം കാണിക്കാറുണ്ട്. അപ്പോൾ അതേപോലെ തീർച്ചയായിട്ടും അതെ. അപ്പോൾ എന്തായാലും സർവകലാ സംഘത്തിൻ്റെ നേതൃത്വ നിലയിലിരിക്കുന്ന എൻ്റെ കൂടെ സുഹൃത്തുക്കളാണ്. ജയൻ ചേർത്തലായാലും മധുചേട്ടനായാലും വിൽസൺ ചേട്ടനൊക്കെ ആയാലും നമുക്ക് ആ സംഘടനയോട് എനിക്ക് തുറന്ന കാര്യങ്ങൾ പറയാൻ പറ്റും അല്ലേ, നിർദ്ദേശിക്കാൻ പറ്റും, സജഷൻസ് പറയാൻ പറ്റും. അത് നമ്മളുടെ ഭരിക്കുന്നവരുടെ കർണകൂടങ്ങളിൽ എത്തണം. അവർക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. എന്തായാലും മലനാട് ടിവിയോടൊപ്പമുള്ള യാത്രയിൽ ഒരു നേരത്തെ സൂചിപ്പിച്ച പോലെ നമുക്ക് വീക്ക്ലി വൺസ് സർവകലാ സംഘത്തിലെ അംഗങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നീക്കി വയ്ക്കാൻ ഞങ്ങൾ തയ്യാറാണ്. എന്തായാലും തീർച്ചയായിട്ടും അതിനുവേണ്ടി ഞങ്ങൾ ഒരു ശ്രമം ഞങ്ങൾ ചെയ്യാം. അതിനൊരു നല്ല പേരിട്ട് നിങ്ങൾ തന്നെ അതിൻ്റെ പിന്നണിയിൽ, കാരണം എല്ലാവരും കലാകാരും ജേർണലിസ്റ്റുകളൊക്കെ ആണല്ലോ, അതിന് നമ്മുടെ ആ സമൂഹത്തിൻ്റെ ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, ആകുലതകൾ, സന്തോഷങ്ങൾ, അവരുടെ പ്രകടനങ്ങൾ എല്ലാം ചെയ്യുന്ന ഒരു മാഗസിൻ തീർച്ചയായിട്ടും നമുക്കത് ചെയ്യാം. എന്തായാലും ഇങ്ങനെ ഒരു അവസരം തന്നതിന് മലനാട് ടിവിക്ക് പ്രത്യേകിച്ചും ശേഷം താങ്ക് യു. എന്തായാലും കലാകാരൻ്റെ ജീവിതത്തിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. മലനാട് ടിവി എന്നും കലാകാരന്മാരോടൊപ്പമാണ് യാത്ര ചെയ്യുന്നത്. അവിടെ വിൽസൺ ചേട്ടനെ പോലെയുള്ള ആളുകൾ, അതുപോലെ തന്നെ മധുചേട്ടനെ പോലുള്ള ആളുകൾ, ജയൻ ചേർത്തനെ പോലുള്ള ആളുകളൊക്കെ മുന്നോട്ട് അവരുടെ ജീവിതം തന്നെ മാറ്റിവെച്ചിട്ട് കടന്നു വരുമ്പോൾ നമുക്ക് മാറിയിരിക്കാൻ കഴിയില്ല. നിങ്ങളെയാണ് ആദരിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ. അപ്പം മലനാട് ടിവിയുടെ പരിപാടികളിൽ കൂടെ ചേർന്ന് സഹകരിക്കണം. എന്തായാലും സംഘടനാ അംഗങ്ങൾക്ക് വേണ്ടി ക്രമീകരിക്കുന്ന ജീവിതത്തിൻ്റെ ഏറിയ പങ്കിൻ്റെയും ആ ശ്രമങ്ങൾക്ക് സർവേശ്വരൻ എല്ലാവിധമായ അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു. മുഖങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വ്യക്തിയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.